ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കടുമാങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത്. ഇതാണ് മാങ്ങ. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്, മാവിൽ നിന്ന് ഇവിടെ പറിച്ചതൊന്നുമല്ല. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വരാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, കടുക്, ഉലുവ, ഇത് മൂന്നും കൂടെ ഓരോ 2 സ്പൂൺ ഇട്ട് തിരുമ്മി വെക്കുവാണ്. മഞ്ഞൾ പൊടി ബാക്കിയൊക്കെ ഇട്ട് കേട്ടോ, മഞ്ഞൾ പൊടി മാത്രം ലാസ്റ്റ് ഇടുന്നത് കാണിച്ചേ. ഒരു മണിക്കൂർ നേരം നമ്മൾ തിരുമ്മി വെച്ചിട്ടാണ് കടുമാങ്ങ ഇടാൻ പോകുന്നത്. അപ്പം നമ്മളുടെ കടുമാങ്ങയ്ക്ക് ചട്ടി തീയൽ വെച്ചിരിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 150 ml നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുവാണേ. ഒഴിക്കൂ. ഓക്കെ, 150 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചിരിക്കുന്നു. ഇനി ഇതിനകത്തേക്ക് കടുക്, ഉലുവ ഇതൊക്കെ ഇടണം. കടുക് ഇടാൻ പോവുകയാണ്. ചട്ടി ചൂടായില്ല എന്ന് തോന്നുന്നു. എണ്ണ ചൂടാവണം, ചട്ടിയല്ല, എണ്ണ ചൂടാവണം. അങ്ങനെയാണോ? ഇച്ചിരി കടുകിട്ട് പൊട്ടിയില്ല. അപ്പം നമുക്കിതിൻ്റെ അകത്തേക്ക് 1 സ്പൂണ് കടുകിട്ട് കൊടുക്കണം. വെറുതെ വെച്ചോണ്ടിരിക്കുന്നതിൽ നല്ലത് ഞാൻ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. 1 സ്പൂൺ കടുകിട്ടിരിക്കുന്നു, പിന്നെ ഇട്ടിരിക്കുന്നു. അടുത്തതായിട്ട് ഉലുവ ഇടുകയാണ്. പൊട്ടിക്കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. ചീറ്റിപ്പോയിരിക്കുന്നു. കടുക് പൊട്ടിയില്ല. തീ കുറവാണ്. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ ഉലുവ ഇടുവാണ്. ഒരു സ്പൂൺ ഉലുവ. ഇതെല്ലാം കൈക്കണക്കാണ്. ഇതൊക്കെ കൈക്കണക്കിലാണ് വാരിയിടുന്നത്. നിങ്ങളിടുമ്പോൾ 1 സ്പൂൺ ഉലുവ ഇടുക, 1 സ്പൂൺ കടുകിടുക. ഒരു മാങ്ങ എത്ര കിലോ ആയിരുന്നു? ഒരു 2.5 കിലോ മാങ്ങയ്ക്കാണ് ഈ കണക്ക് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകൊക്കെ അങ്ങനെ പൊട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 100 ഗ്രാം രണ്ടും കൂടെ. ഇതിന് ചെറിയ മാതിരി ഒന്ന് വഴന്നു വരണം. ഇളക്കി കൊടുക്കാം. ഇതാണ് മക്കളെ കടുമാങ്ങ അച്ചാർ. സ്മെല്ല് വരുന്നുണ്ടോ? എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി കടുമാങ്ങയാണ്. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കരിവേപ്പിലയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിവേപ്പില. അതൊക്കെ ഇന്നലെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് വഴന്ന് വരട്ടെ. ഇന്നലെ രാവിലെ പറിച്ചു, ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തി. ഫ്രഷായി. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കരിവേപ്പില എല്ലാം പൊരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളിതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ഇത് മുളക് പൊടി ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓരോ സ്പൂൺ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് ഇളക്കി കുഴച്ച് എടുക്കണം. വേറെ ഒരു പൊടിയും കൂടെ ഉണ്ട്, കുരുമുളക് പൊടി. ഇതങ്ങനെ ആരും ഇടാത്ത സാധനമാണ്. കുരുമുളക് അല്ല കേട്ടോ, കുരുമുളക് പൊടി. കുരുമുളക് എല്ലാവരും അച്ചാറിലിടും. കുരുമുളക് പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴന്ന് എടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ അച്ചാർ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. കമൻ്റ് ഇടണം, ലൈക്ക് തരണം, ഷെയർ ചെയ്യണം. കായപ്പൊടി ഇട്ടോ? കുറച്ച് കായപ്പൊടിയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇതിന് നല്ല എഫക്റ്റ് കുറവാണ്.
അതുകൊണ്ട് ഏകദേശം കുറച്ച് നല്ലവണ്ണം കായപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂണാണേ. നല്ല കളറൊക്കെ ഉണ്ടല്ലേ, മണമൊക്കെ കുറച്ച് വരുന്നുണ്ട്. കുറച്ചേ വരുന്നുള്ളൂ. കുറച്ച് മണമേ വരുന്നുള്ളൂ. നല്ല അടിപൊളി അച്ചാറാണ്. മാങ്ങയൊക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോഴാണ് നല്ല മണം വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മിനാവരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് മിനാവരി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് നാൾ ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പൂത്ത് പോകും അല്ലെങ്കിൽ. ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി ഇത് ഉപ്പ് ഇന്നലെ തിരുമ്മി വെച്ചിട്ടുണ്ട് മാങ്ങയിൽ, എന്നാലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് ഈ ഗ്രേവിക്കുള്ള ഉപ്പ് വേണം. നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അച്ചാറിന് എപ്പോഴും ഉപ്പ് മുമ്പിലാണ് നിൽക്കേണ്ടത്. അത് ലാസ്റ്റ് നമ്മൾ അച്ചാർ എടുക്കാൻ വരുമ്പോൾ കറക്റ്റായിരിക്കും. കണ്ടോ, ഇതേപോലെ തന്നെ എല്ലാവരും ആക്കണേ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അച്ചാർ, എന്നാലും ഇത് അടിപൊളിയാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉപ്പൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇപ്പം തന്നെ ഒരു കാലം ചോറ് തിന്നാൻ തോന്നും. അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കി ഒരാഴ്ച ഇരിക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മുടെ അരവൊക്കെ തണുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ മാങ്ങ അരിഞ്ഞ് ഇന്ന് 8 മണിക്കൂർ തിരുമ്മി വെച്ചതാണിത്. ഇതും കൂടെ ഇട്ട് യോജിപ്പിച്ച് എടുക്കും. അപ്പോൾ അടിപൊളി അച്ചാറാണ്. കണ്ടോ, നല്ല ഉപ്പൊക്കെ, നല്ല ഉപ്പും കടുകും കുരുമുളകും പൊടിയെല്ലാം കൂടെ കൂട്ടി കുഴച്ച് വെച്ചതാണ്. മഞ്ഞൾ പൊടിയും കൂടി. നല്ല കളറല്ലേ. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തരണം. ലൈക്ക് മാത്രം അടിച്ചിട്ട് പോകരുത്, ഷെയറും കൂടി ചെയ്യണം. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചു. ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ ചോറ് തിന്നാൻ തോന്നുന്നു. അത്ര നല്ല ഇതാ. ഒരു കലം ചോറ് തിന്നാം ഈ അച്ചാറുണ്ടെങ്കിൽ. ആവശ്യത്തിന് ചാറും ഉണ്ട്. ഒത്തിരി നീട്ടി അങ്ങ് ഞങ്ങൾ ചാറ് വെച്ചിട്ടില്ല കേട്ടോ. വേണ്ടവർക്ക് ചാറ് വേണ്ടവർക്ക് അങ്ങോട്ട് ചാറാക്കാം. കുറച്ച് തിളച്ച വെള്ളം കൂടെ തണുപ്പിച്ചിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങളതൊന്നും കൂടുന്നില്ല, ഞങ്ങൾ കൂട്ടിയതെല്ലാം കറക്റ്റാണ്. ഇനി കുറച്ച് ഇരുന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒരാഴ്ച ഇരുന്നിട്ട് ഇത് എടുത്ത് നോക്കണം മക്കളെ, എന്താ ടേസ്റ്റ് എന്ന്. നല്ല ഉപ്പൊക്കെ ഉണ്ട്. ഇത്രയും കൂട്ടിട്ടെ, ഉപ്പ് നോക്കട്ടെ. അടിപൊളിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.